ഓസ്ട്രേലിയയെ നടുക്കിയ ബാക്ക് പാക്കർ കൊലപാതകങ്ങളുടെ സൂത്രധാരനായിരുന്നു ഐവാൻ മിലാട്ട്. 1989-നും 1993-നുമിടയിൽ സിഡ്നിക്ക് സമീപമുള്ള ബെലാംഗ്ലോ സ്റ്റേറ്റ് ഫോറസ്റ്റിൽ വെച്ച് 7 വിദേശ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനാണ് ഇയാൾ കുപ്രസിദ്ധനായത്. റോഡ് സൈഡിൽ നിന്ന് ലിഫ്റ്റ് ചോദിക്കുന്ന സഞ്ചാരികളെ വശത്താക്കി വിജനമായ കാട്ടിലെത്തിച്ച് കൊലപ്പെടുത്തുന്നതായിരുന്നു ഇയാളുടെ രീതി. കൊലപാതക രീതികൾ. മിലാട്ടിന്റെ കൊലപാതകങ്ങൾ അങ്ങേയറ്റം ക്രൂരമായിരുന്നു. ഇരകളെ വെടിവെച്ചും കുത്തിയും പീഡിപ്പിച്ചുമാണ് ഇയാൾ കൊന്നിരുന്നത്. ചില മൃതദേഹങ്ങൾ വനത്തിനുള്ളിലെ കുറ്റിക്കാടുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. കൊല്ലപ്പെട്ടവരിൽ ജർമ്മനി, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും ഓസ്ട്രേലിയൻ സ്വദേശികളും ഉൾപ്പെട്ടിരുന്നു. വേട്ടയാടുന്നത് ഒരു വിനോദമായി കണ്ടിരുന്ന മിലാട്ട് തന്റെ ഇരകളെ കൊല്ലുന്നതിനു മുൻപ് അവരെ ഓടിച്ചിട്ട് പിടിക്കുന്ന ക്രൂരമായ മാനസികാവസ്ഥ പുലർത്തിയിരുന്നു. പിടിക്കപ്പെട്ടത് 1990-ൽ പോൾ ഉണിയൻ എന്ന ബ്രിട്ടീഷ് യുവാവ് മിലാട്ടിന്റെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ് കേസിൽ നിർണായകമായത്. വർഷങ്ങൾക്ക് ശേഷം കൊലപാതക വാർത്തകൾ പുറത്തുവന്നപ്പോൾ പോൾ പോലീസിനെ സമീപിക്കുകയും മിലാട്ടിനെ തിരിച്ചറിയുകയും ചെയ്തു. 1994-ൽ മിലാട്ടിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കൊല്ലപ്പെട്ടവരുടെ ക്യാമറകളും വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു. ഇതോടെയാണ് ഓസ്ട്രേലിയൻ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ശിക്ഷയും അന്ത്യവും. 1996-ൽ നടന്ന വിചാരണയിൽ 7 കൊലപാതകങ്ങൾക്കും ഐവാൻ മിലാട്ടിന് 7 ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു. ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയണമെന്നായിരുന്നു കോടതി വിധി. 2019 ഒക്ടോബറിൽ 74-ാം വയസ്സിൽ അർബുദം ബാധിച്ച് ജയിലിൽ വെച്ച് ഇയാൾ മരിച്ചു. മരിക്കുന്നതുവരെ താൻ ചെയ്ത കുറ്റങ്ങൾ സമ്മതിക്കാൻ ഇയാൾ തയ്യാറായിരുന്നില്ല. ഇയാളുടെ ക്രൂരകൃത്യങ്ങളെ ആസ്പദമാക്കിയാണ് പ്രശസ്ത ഹൊറർ സിനിമയായ വുൾഫ് ക്രീക്ക് നിർമ്മിക്കപ്പെട്ടത്. കൂടുതൽ റിയൽ സ്റ്റോറീസ്, ട്രാവൽ വ്ളോഗ്സ് എന്നിവയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.